സ്വർണ്ണ വെള്ളിയോ? തിരുസഭയിൽ അങ്ങനെയൊരു ദിനാചരണമുണ്ടെന്ന് അറിയാമോ? ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ദിവസത്തിന്റെ പ്രത്യേകത എത്ര പേർക്ക് അറിയാം? ഇന്ന് സ്വർണ്ണവെള്ളി ആചരിക്കുമ്പോൾ അതേക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വിശ്വാസികളെന്ന നിലയിൽ നല്ലതാണ്. സ്ലീഹാകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതായത് പെന്തക്കോസ്ത കഴിഞ്ഞുവരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ സ്വർണ്ണവെള്ളി ആചരിക്കുന്നത്. പെന്തക്കോസ്ത ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതിന് ശേഷം ആദ്യത്തെ അത്ഭുതം നടന്നത് ഈ ദിവസമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 3 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ ദിനാചരണത്തിന്റെ അടിസ്ഥാനം. സുന്ദര കവാടത്തിൽ ദേവാലയത്തിൽ എത്തുന്നവരോട് ഭിക്ഷയാചിച്ച് കഴിയുന്ന മുടന്തനെ യോഹന്നാനോടൊപ്പം അവിടെ എത്തുന്ന പത്രോസ് സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രസ്തുത ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നു: പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. തുടർന്ന് പത്രോസ് അവനെ വലതു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് ശേഷം അപ്പസ്തോലന്മാർ ചെയ്ത ആദ്യ അത്ഭുതം. നിസിബിസ് വിദ്യാപീഠത്തിലെ മൽപ്പാനായിരുന്ന മാർ ഹനാനയാണ് സ്വർണ്ണവെള്ളിയുടെ തുടക്കത്തിന് അടിസ്ഥാനമായി ഈ ബൈബിൾ ഭാഗം അവതരിപ്പിച്ചത്. വെള്ളിയെയും സ്വർണത്തെയും കാൽ വിലയുള്ളതാണ് യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിന്റെ ശക്തി എന്നാണ് സ്വർണ്ണവെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അന്നുവരെ ക്രിസ്തു നേരിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എങ്കിൽ ഈ സംഭവത്തിനു ശേഷം ശിഷ്യന്മാരിലൂടെ ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് തുടക്കമിടുകയായിരുന്നു. അതിന്റെ ആവർത്തനമാണ് ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ രോഗശാന്തി ശുശ്രൂഷകളും. അതുകൊണ്ട് തന്നെ സ്വർണ്ണവെള്ളിക്ക് സഭാപരമായും വ്യക്തിപരമായും ഏറെ പ്രാധാന്യമുണ്ട്. ഷെക്കനയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വർണ്ണവെള്ളിയുടെ പ്രാർത്ഥനാശംസകൾ.